ഹലോ ഗായ്സ്, ഞങ്ങൾ ഇന്ന് എൻ്റെ ഈ ടേബിളിന് ചെറിയൊരു മേക്ക് ഓവർ കൊടുക്കാൻ പോവാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ അനിയത്തിയും കൂടി ഉണ്ട്. ടേബിൾ ഇപ്പോൾ ആകെ അലങ്കോലമായിട്ട് കിടക്കാണ്. അപ്പോൾ എല്ലാ സാധനങ്ങളും എടുത്ത് മാറ്റണം. അതാണ് ആദ്യത്തെ പണി. ഈ ടേബിൾ ഞാൻ ചെറുപ്പം തൊട്ട് കാണാൻ തുടങ്ങിയതാണ്. ഞങ്ങൾ ഈ വീട്ടിലേക്ക് താമസം മാറിയപ്പോൾ തൊട്ടുള്ള ടേബിളാണ്. കുറേ കാലമായിട്ട് കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്ന ടേബിളാണിത്. അപ്പോൾ ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് എനിക്ക് വൈറ്റ് ടേബിൾ കിട്ടിയാൽ കൊള്ളാമെന്ന് ഒരു പൂതി. വേറൊരു ടേബിൾ വാങ്ങണതൊന്നും തൽക്കാലം എന്തായാലും നടക്കാൻ പോണില്ല. അപ്പോഴാണ് ഞാൻ ഫ്ലിപ്കാർട്ടിൽ എന്തോ തരണേൻ്റെ ഇടയിൽ ഈ വൈറ്റ് വോൾ സ്റ്റിക്കർ ശ്രദ്ധിച്ചത്. കുറേ കാലം അതെൻ്റെ വിഷ് ലിസ്റ്റിൽ കിടന്നു. ലാസ്റ്റ് ഞാനത് വാങ്ങി. ടേബിളിൻ്റെ മുകളിലത്തെ സാധനങ്ങൾ മാത്രമേ മാറ്റിയിട്ടുള്ളൂ. അടിയത്തെ സാധനങ്ങളൊന്നും തൽക്കാലം അനക്കാൻ നിന്നിട്ടില്ല. അപ്പോൾ ഇതാണ് ടേബിളിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുറേ മഷിയും കറിയും കണി കണ്ടതൊക്കെ ആയിട്ടുണ്ട്. സാധനം ഓർഡർ ചെയ്തിട്ടും കയ്യിൽ കിട്ടിയിട്ടൊക്കെ കുറേ ആയിട്ടുണ്ട്. മടി കാരണമാണ് സത്യം പറഞ്ഞാൽ ചെയ്യാണ്ടിരുന്നത്. ഇത് ഒട്ടിക്കാനായിരുന്നില്ല മടി. ഞാൻ എന്തായാലും ടേബിളിന് ഈ ഒരു മേക്ക് ഓവർ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കണം എന്നുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ എടുക്കണമല്ലോ എന്ന് ആലോചിച്ചിട്ട് മടി പിടിച്ചിട്ടാണ് ഇത്രയും കാലം അത് ഒട്ടിക്കാണ്ടിരുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഒപ്പം വീഡിയോ എടുക്കും കൂടി ചെയ്യണത് സത്യം പറഞ്ഞാൽ നല്ല ബുദ്ധിമുട്ടുള്ള ഏർപ്പാടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. സംഭവം കാണാൻ അത്ര എളുപ്പമല്ല. നല്ല കഷ്ടപ്പെട്ടിട്ടാണ് ഒട്ടിച്ചത്. സ്റ്റാർട്ടിങ് ട്രബിൾ നന്നായിട്ടുണ്ടായിരുന്നു. ഒന്ന് തുടങ്ങി കിട്ടിയപ്പോൾ പിന്നെ ആ ഒരു നാക്കിൽ അങ്ങനെ ചെയ്തു പോയി. എന്നാലും നല്ല ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വേണം ചെയ്യാൻ. ഇതിൻ്റെ ഒരു നാക്ക് കിട്ടാത്തതുകൊണ്ട് ആദ്യം ഞങ്ങളുടെ നിന്ന് കുറച്ച് കീറി, എന്നിട്ട് അത് മുറിച്ച് രണ്ടാമത് ഒട്ടിച്ചു. ഇത് ശരിയാവാണ്ട് ഞങ്ങൾ ലാസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലോടാനടക്കം തുടങ്ങി. പിന്നെ എങ്ങനെയൊക്കെ ഒന്നും തള്ളൊക്കെ ഇട്ട് ഞങ്ങളിത് കംപ്ലീറ്റ് ആക്കി അവസാനം ഈ കോലത്തിലെത്തി. ടേബിളിൻ്റെ ഒരു സൈഡിലെ ചെറിയ ഗ്യാപ്പ് ഉണ്ടായിരുന്നു, അത് രണ്ടാമത് വീണ്ടും ഒട്ടിച്ചു. അപ്പോൾ ഞങ്ങൾ വിജയകരമായി ഇത് പൂർത്തിയാക്കി. പിന്നെ തുടക്കത്തിലെ പാളിച്ചകൾ കാണുന്നുണ്ടല്ലോ അല്ലേ, അത് ശരിയാക്കാൻ നോക്കി. പിന്നെ സാധനം കഴിഞ്ഞു. ഇതിൻ്റെ മുകളിൽ നമുക്ക് തൽക്കാലം എന്തെങ്കിലും സാധനങ്ങളൊക്കെ കയറ്റി വെച്ചിട്ട് ആരും കാണാണ്ട് ഒളിപ്പിക്കും. ബാക്കിയുള്ളതൊക്കെ വൃത്തിയായിട്ട് കിട്ടിയല്ലോ എന്ന് ആലോചിച്ചിട്ടാണ് സമാധാനം. പിന്നെ എൻ്റെ അനിയത്തിയുടെ കുറച്ച് ക്യൂട്ട്നെസ് ആണ് കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഈ സ്റ്റിക്കർ വാങ്ങുമ്പോൾ എയർ ബബിൾസും ചുളിവുകളൊന്നും ഇല്ലാണ്ട് ശ്രദ്ധിച്ച് ഒട്ടിക്കാൻ നോക്കുക. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.